മക്കളെ, ഇന്ന് നമുക്ക് വർഷ ആയി എന്ന കവിത പഠിക്കാം. വർഷ ആയി എന്ന കവിത എഴുതിയിരിക്കുന്നത് ബാലകൃഷ്ണ ഗർഗാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? ബാലകൃഷ്ണ ഗർഗ്. വർഷ ആയി എന്ന് പറഞ്ഞാൽ മഴ വന്നു. വർഷായി മഴ വന്നു. रिंझिम रिंझिम वर्षा आई, धरती की सब प्यास बुझाई. रिंझिम रिंझिम वर्षा आई. रिंझिम रिंझिम പറഞ്ഞാൽ ചാറ്റൽ മഴ. रिंझिम रिंझिम വർഷ, ചാറ്റൽ മഴ വന്നു. धरती की सब प्यास बुझाई. ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചു. റിഞ്ചിം റിഞ്ചിം എന്നതിന് മഴയുടെ ശബ്ദം എന്നുകൂടെ അർത്ഥമുണ്ട് കേട്ടോ. മഴയ്ക്കുണ്ടാകുന്ന ശബ്ദം എന്നുകൂടെ അർത്ഥമുണ്ട്. പിന്നെ ചാറ്റൽ മഴ എന്നുണ്ട്. മഴ വന്നു. ധർത്തിക്ക് സബ പ്യാസ് ബുജായി, ഭൂമിയുടെ എല്ലാ ദാഹവും അകറ്റി. ധർത്തി ഭൂമി, സബ് എല്ലാ, പ്യാസ് ദാഹം, ബുജായി ശമിപ്പിക്കുക. ശ്യാമഘടായെ ഗുമഡ് രഹി ഹേ, കാർമേഘം ഉരുണ്ടുകൂടുന്നു. ശ്യാമഘടായേം കാർമേഘങ്ങൾ, ഗുമഡ്ന ഉരുണ്ടുകൂടുക. ഗുമഡ് രഹി ഹേ, കാർമേഘം ഉരുണ്ടുകൂടിയിരിക്കുന്നു. നദീ നാലിയാം ഉമഡ് രഹി ഹേ, നദികളും തോടുകളും, നാലിയാം തോടുകൾ, നദികളും തോടുകളും, ഉമഡ് രഹി ഹേ കവിഞ്ഞൊഴുകുന്നു. ഉമഡ് രഹി ഹേ കവിഞ്ഞൊഴുകുന്നു, നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് നദികളും തോടുകളും ഒക്കെ. ബരേ ഹുയേ ഹേ താൾ തലയ്യ, ബരേ ഹുയേ ഹേ താൾ തലയ്യ, ബൂന്തേം കർത്തി താത്താ ദയ്യ. ബർന പറഞ്ഞ നിറയുക. ബരേ ഹുയേ ഹേ നിറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നത്? താള് തലയ്യ, കുളങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. കുളങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ബൂന്തേം കർത്തി താത്താ ദയ്യ, ബൂന്തേം തുള്ളികൾ, മഴത്തുള്ളികൾ മന്ത്രിക്കുന്നു. ബൂന്തേം കർത്തി താത്താ ദയ്യ. റിഞ്ചിം റിഞ്ചിം വർഷ ആയി, മഴ വന്നു, ചാറ്റൽ മഴ വന്നു. ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചു. ഇരുണ്ട കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. നദികളും അരുവികളും കവിഞ്ഞൊഴുകുന്നു. കുളങ്ങൾ നിറഞ്ഞിരിക്കുന്നു. തുള്ളികൾ മന്ത്രിക്കുന്നു. അടുത്ത നോക്കാം. मेंढक टर टर ताल लगाते, झिंगुर जन जन झांझ बजाते, पपीहा पी पी गीत सुनाता, मोर मग्न हो नाच दिखाता, यह संगीत बड़ा सुखदाई, रिंझिम रिंझिम वर्षा आई. മേണ്ടക് ടെർ ടെർ താള് ലഗാത്തേ. മേണ്ടക്ക്, മേണ്ടക്ക് പറഞ്ഞ തവള. ടെർ ടെർ താള് ലഗാത്തേ, മേണ്ടക്ക് ടെർ ടെർ എന്ന താളം ഉണ്ടാക്കുന്നു. ടെർ എന്ന് ശബ്ദമുണ്ടാക്കുന്നു മേണ്ടക്. ജീങ്കൂർ ജൻ ജൻ ജാഞ്ച് ബജാത്തേ. ജീങ്കൂർ, ജീങ്കൂർ എന്ന് പറഞ്ഞാല് ചീവീട്. ജീങ്കൂർ ചീവീട്. ജൻ ജൻ, ചീവീടിന്റെ ശബ്ദമാണ് ജൻ ജൻ. ജീങ്കൂർ ചീവീട്, ചീവീടിന്റെ ശബ്ദമുണ്ടാക്കുന്നു. ജൻ ജൻ എന്ന ശബ്ദം ചീവീടിന്റെ ശബ്ദം. ജാഞ്ച് ബജാത്തെ, ജാഞ്ച് ബജാന എന്ന കൈത്താളം, കൈത്താളം മുഴക്കുക. കൈത്താളം പോലെ ചീവീട് അതിന്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പപ്പീഹ പീ പി ഗീത് സുനാത്ത. പപ്പീഹ, പപ്പീഹ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ. പപ്പീഹ പീ പി ഗീത് സുനാത്ത, പപ്പീഹ പീ പി എന്ന ഗാനം ആലപിക്കുന്നു. മോർ മഗ്ന ഹോ നാച്ച് ദിഖാത്ത. മോർ, മോർ പറഞ്ഞാല് മയില്. മയില് മഗ്ന ഹോ എന്താണ് ചെയ്യുന്നത്? മഗ്ന, മഗ്ന പറഞ്ഞാൽ മുഴുകിയിട്ട്. മഗ്ന സന്തോഷത്തിൽ മുഴുകിയിട്ട്. മയില് സന്തോഷത്തിൽ മുഴുകിയിട്ട് നൃത്തം ചെയ്യുന്നു. നാച്ച് നികാത്ത, മയില് സന്തോഷത്തിൽ മുഴുകി നൃത്തം ചെയ്യുന്നു. യഹ് സംഗീത് ബഡാ സുഖദായി, ഈ സംഗീതം വളരെ സന്തോഷകരമാണ്. ബഡാ സുഖദായി, ഈ സംഗീതം വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷകരമാണ്. റിഞ്ചിം റിഞ്ചിം വർഷ ആയി, റിഞ്ചിം റിഞ്ചിം മഴ വന്നു. എന്താണ്? മഴ വന്നതിന്റെ സന്തോഷമാണ് ഈ കവിതയിലൂടെ കവി പറയുന്നതല്ലേ.
എല്ലാ കിളികൾക്കും അതുപോലെ തന്നെ ജീവികൾക്കും ഒക്കെ സന്തോഷമായി അവരെല്ലാം അവരുടേതായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഒന്നുകൂടെ നോക്കാം. റിഞ്ചിം റിഞ്ചിം വർഷ ആയി, ചാറ്റൽ മഴ വന്നു. ധർത്തി കി സബ് പ്യാസ് ബുझായി, ഭൂമിയുടെ എല്ലാ ദാഹവും അകറ്റി. ശ്യാം ഘടായേ ഗുമഡ് രഹി ഹേ, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. നദീ നാലിയാം ഉമഡ് രഹി ഹേ, നദിയും തോടുകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ഭരേ ഹുയേ ഹേ താൾ തലയ്യ, കുളങ്ങളെല്ലാം നിറഞ്ഞൊഴുകുന്നു. ബൂന്തേം കർത്തി താത്താ ദയ്യ, മഴത്തുള്ളികൾ താത്താദയ്യ, മഴത്തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീണിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നു. മഴത്തുള്ളികൾ മന്ത്രിക്കുന്നു. മേണ്ടക്ക് ടർട്ടർ താള് ലഗാത്തി, മേണ്ടക്ക് ടോർ ടോർ എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. ജീങ്കൂർ ജൻ ജൻ ജാഞ്ച് ബജാത്തി, ജീങ്കൂർ ചീവീട് അതിൻ്റെതായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൈത്താളം മുഴക്കുന്നു ചീവീട്. ജാഞ്ച് ബജാത്തെ, ജാഞ്ച് ബജാന കൈത്താളം മുഴക്കുക. ജീങ്കൂർ ചീവീട് കൈത്താളം മുഴക്കുന്നു. പപ്പീഹ പീ പീ ഗീത് സുനാത്ത, പപ്പീഹ വേഴാമ്പൽ പീ പീ എന്ന ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. മോർ മഗ്നഹോ നാച്ച് നികാത്ത, മോർ മയില് സന്തോഷിതയായിട്ട് സന്തോഷത്തിൽ മുഴുകിയിട്ട് നൃത്തം ചെയ്യുന്നു. യഹ് സംഗീത് ബഡാ സുഖദായി, ഈ സംഗീതം വളരെ മനോഹരം, വളരെ സുഖകരമായിട്ടുള്ളതാണ്, വളരെ മനോഹരമായിട്ടുള്ളതാണ്. റിഞ്ചിം റിഞ്ചിം വർഷ ആയി, റിഞ്ചിം റിഞ്ചിം മഴ വന്നു, അതായത് ചാറ്റൽ മഴ വന്നു. റിഞ്ചിം റിഞ്ചിം എന്ന ശബ്ദത്തോടെ മഴ വന്നു. നദികളും തോടുകളും എല്ലാം നിറഞ്ഞു, കുളങ്ങളൊക്കെ നിറഞ്ഞൊഴുകി, ജീവികൾക്കെല്ലാം സന്തോഷമായി. എല്ലാവരും നൃത്തം ചെയ്യാൻ തുടങ്ങി. മയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. തവളകൾ അതിൻ്റെതായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ചീവീട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ കവിത പഠിച്ചു കഴിഞ്ഞു. വർഷ ആയി എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു ചെറിയ കവിതയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ വായിച്ച് പഠിക്കുക. നമ്മുടെ ഈ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ഓക്കേ.